ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഫോട്ടോസിന്തസിസിനെ പറ്റിയാണ്. നമ്മൾ ചെടികളും മരങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നതും വലിച്ചെടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്സിജനും വാട്ടറൊക്കെ ലീവ്സ് വലിച്ചെടുക്കും, അത് ചെടികൾ വളരാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വാട്ടറൊക്കെ വലിച്ചെടുക്കും. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ ലീവ്സ് വലിച്ചെടുക്കുന്ന ഹീറ്റാണ് വലിച്ചെടുക്കുന്നത്. നമ്മൾ ഈ സോളാർ എനർജി ഉണ്ടാക്കുന്നത് പോലെ അതിൻ്റെ ഹീറ്റാണ്. സൺറൈസിൻ്റെ ഹീറ്റില്ലേ, അത് വലിച്ചെടുക്കും. എന്നിട്ട് അത് വേരുകൾ റിലീസ് ചെയ്യും ഭൂമിക്ക് അകത്ത്. ഇപ്പോൾ ഈ എല്ലാ പ്ലാന്റ്സിനും ട്രീസിനും എല്ലാം ഹീറ്റ് ആവശ്യമുണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരു ടെമ്പറേച്ചറുണ്ട്, ഹീറ്റ്. ആ ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ നിൽക്കാൻ പറ്റൂ. ഹീറ്റ് കൂടിയാലും പ്രശ്നമാണ്. അതുകൊണ്ട് ഇതെന്തായാലും ഈ ഹീറ്റാണ് ലീവ്സ് വലിച്ചെടുത്ത് ഭൂമിക്കകത്തോട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൻ റൂട്ട് എന്ന് പറഞ്ഞ സംഭവം ഈ പ്ലാന്റ്സിനും ട്രീസിനും ആവശ്യമുള്ള വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ഹീറ്റ് റിലീസ് ചെയ്യുന്ന ബ്രാഞ്ച് റൂട്ട്സാണ്. മെയിൻ റൂട്ട് വലിച്ചെടുക്കുന്നതിൻ്റെ ആവശ്യമുള്ള ആഹാരവും വെള്ളവും ഒക്കെയാണ് വലിച്ചെടുക്കുന്നത് മണ്ണിൽ നിന്നും. അപ്പോൾ നമ്മൾ രാവിലെ കണ്ടിട്ടില്ലേ ചില സമയത്ത് ഈ മരങ്ങളിൽ നിന്നെല്ലാം ഇങ്ങനെ സ്റ്റീം ഇങ്ങനെ റിലീസായി പോകുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും കാണാൻ പറ്റും ഇടയ്ക്ക്. അപ്പോൾ അത് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സൺലൈറ്റ് വരുമ്പോഴാണ് ഇത് കാണുന്നത്. ഈ വെള്ളമൊക്കെ കൂടുതൽ ഭൂമിയിൽ വീണിട്ട് അത് വേരുകൾ വലിച്ചെടുത്ത് അത് കംപ്ലീറ്റ് മരങ്ങളിൽ വെള്ളം സ്റ്റോറായി നിൽക്കുന്ന സമയത്ത് നല്ല വെയിലടിക്കുന്നതാണ് ഈ സ്റ്റീമായിട്ട് പോകുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന, ഗൂഗിളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ലീവ്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഈ വെള്ളം സ്റ്റീം വാട്ടർ പാർട്ടിക്കിൾസാണ് ഇത് റിലീസ് ചെയ്യുന്നത്, അത് ചൂടടിക്കുന്നത്. അതുപോലെ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഭൂമിക്ക് അടിയിൽ അകത്ത്. അപ്പോൾ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഈ ലീവ്സ് കരിയുമ്പോഴാണ് വേറൊരു സംഭവം നടക്കുന്നത്. കാർബോണിക് എന്ന് പറയുന്നത്. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയുന്ന സാധനങ്ങളിൽ നിന്നാണ് കാർബൺ ഉണ്ടാവും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് പറയാവുന്നത്. ഇപ്പോൾ നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വെളിവിടുന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ചെടികൾ റിലീസ് ചെയ്യുന്ന കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയുമ്പോഴാണ്. ചെടികൾ വെള്ളമില്ലാതെ വരുമ്പോൾ ലീവ്സ് എല്ലാം കരിഞ്ഞു പോയി അതിന് പറ്റാത്തൊരവസ്ഥ വരും ഓരോ ലീഫിനും. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതിൻ്റെ വെള്ളം പാർട്ടിക്കിൾസ് മുഴുവൻ ഹീറ്റായി റിലീസായി പോകും. അപ്പോൾ അത് ബേണായി പോകും. കാര്യം ഒത്തിരി ലീവ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ റൂട്ട്സ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ എല്ലായിടത്തും എത്തത്തില്ല. ഇപ്പോൾ ഓരോരോ ലീവ്സായിട്ട് ഇങ്ങനെ അത് കരിഞ്ഞു പോകും. കാര്യം ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വളർന്നു വരുമ്പോൾ ഒരു ലീവ്സ്, പിന്നെ 2ആയി, പിന്നെ 3ആയി, 4ആയി, 5ആയി, അങ്ങനെ മരങ്ങൾ പ്ലാവെന്നൊക്കെ പറഞ്ഞാൽ എത്രയധികം ലീവ്സ് ഉണ്ട്. അപ്പോൾ ഈ ലീവ്സിലെല്ലാം ഇതിൻ്റെ വാട്ടർ പാർട്ടിക്കിൾസ് എത്തിക്കാനോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടന്റ് വളരാനുള്ള സംഭവങ്ങൾ എത്തിക്കാനോ ഈ മരത്തിന് പറ്റാതെ വരുന്ന സമയത്ത് ഓരോരോ ലീഫായിട്ട് അത് കരിഞ്ഞു പോകും. ഈ കരിയുന്ന സമയത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസാകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആകുമ്പോൾ ഇലയുടെ കളർ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ സംഭവങ്ങളിൽ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്നൊന്നും എല്ലാവരും പറയത്തില്ല. അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നിയേക്കാം എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റൂ. കാര്യം ഇവരൊക്കെ നേരത്തെ എല്ലാം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ആർക്കും ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ചിരിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ചെറിയ ചിരിച്ചോ.